ഗൈസ്, വെൽക്കം ടു വാഹിൻസ് വ്ലോഗ്. നിങ്ങളൊന്ന് വിചാരിക്കണ്ടോ ഞാനിപ്പോൾ എവിടെയാണ്? വേറെ എവിടെയല്ല, എൻ്റെ ചിറ്റൂരിലെ എൻ്റെ മാമൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്. ഹലോ ഗൈസ്, ഇതാണ് മാമൻ്റെ വീട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതൊന്നും, ഞങ്ങളൊരു കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അവരെല്ലാം കല്യാണത്തിന് പോയിരിക്കുകയാണ്. ഇതിൻ്റെ വീട്ടിലെ പ്രത്യേകമായിട്ടുള്ളത് ഗാർഡനാണ്. അവിടെ തന്നെ നല്ല പച്ചക്കറികളൊക്കെ ഉണ്ട്. അവർ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഫുഡ്സ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ ആരോഗ്യത്തിനൊക്കെ നല്ല ഹെൽത്തിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിടെ ഗാർഡൻ ഉണ്ടെന്ന്. ആ ഗാർഡനിലേക്ക് പോകുന്ന വഴിയാണ് ഇത്. പിന്നെ എൻ്റെ വീടിൻ്റെ പുറകിലൊക്കെ തന്നെ ഒരു കനാലൊക്കെ പോകുന്നുണ്ട്. ഇതാണ് എൻ്റെ ഗാർഡൻ. നല്ല പച്ചപ്പായിട്ടുള്ളൊരു ഗാർഡനൊക്കെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ കല്യാണത്തിന്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സ്. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒന്നുമില്ല. ഇത് ബ്യൂട്ടിഫുൾ പൂക്കളൊക്കെ ഉള്ളൊരു കളർഫുൾ ഗാർഡനാണ്. ഇനി ഗൈസ്, ഇതാണ് അവരുടെ മെയിൻ ഹൗസ്. ഇവിടുന്ന് നേരെ പോയാലാണ് ഒരു ഗേറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ ഹൗസാണ് ഇത്. ഇവിടെ ഒരു കല്യാണം, മാമൻ്റെ മോൻ്റെ ഒരു കല്യാണം ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ്, ഈ റിസപ്ഷന് വേണ്ടിയിട്ടാണ് ഇത്ര ചെയേഴ്സും ഇങ്ങനെയുള്ള സെറ്റപ്പ്സ്. പിന്നെ ഇവിടെയും കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു വീടും ഔട്ട് ഹൗസ് പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അതിൻ്റെ അവിടെ കുറേ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ കുറേ ഫ്ലവേഴ്സ് ഇവിടെയും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കല്യാണത്തിൻ്റെ റിസപ്ഷനാണ് എന്ന്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ഗാർഡൻ ആണ് എന്ന്. ആ ഗാർഡനാണ് ഈ ഗാർഡൻ ഗൈസ്. ഇതിൽ കൂടെ കൊണ്ട കുറേ ചെടികളാണ്. പിന്നെ ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന പച്ചക്കറികളാണ്. വിഷമൊന്നും അടിക്കുന്നില്ല. അവർ തന്നെയാണ് അത് കൃഷി ചെയ്തുണ്ടാക്കുന്നതുകൊണ്ട് വിഷം അടിക്കുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് ഹെൽത്തിനൊന്നും ഒരു പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാരാണ്. പിന്നെ ഇതാണ് അവരുടെ ഔട്ട് ഹൗസ് ഗൈസ്. പിന്നെ ഇങ്ങനെ പോവാം, ഇത് ഫുള്ള് ഇങ്ങനെ പോവാം. അപ്പോൾ അവിടെ ഫുള്ള് ചെടികളാണ് ഗൈസ്. ഇപ്പുറത്തും ഉണ്ട് ഗൈസ് കുറേ. സോറി, എനിക്ക് ചെറിയൊരു തെറ്റ് പറ്റി. അത് അവൻ്റെ രണ്ടാമത്തെ വീടാണ്. ഇതാണ് ശരിക്കും പറഞ്ഞ ഒരു ഔട്ട് ഹൗസ് ഗൈസ്. ഇവിടെ നിറയെ ചെടികളുണ്ട്. പിന്നെ ഇവിടെ ഒരു ഏറ്റവും വലിയൊരു മരവും ഉണ്ട് ഗൈസ്. ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ കല്യാണത്തിൻ്റെ റിസപ്ഷനാണ് എന്ന്. അതിൻ്റെ അറേഞ്ച്മെൻറ്റാണ് ഇവിടെ ഫുള്ള്. ഇവിടെ ചെയേഴ്സ് അങ്ങനെ കുറേ ഇട്ടിട്ടുണ്ട്. ഇത് അവൻ്റെ രണ്ടാമത്തെ വീടാണ്. ആദ്യത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. ആദ്യത്തിൻ്റെ വീടിൻ്റെ ഉൾഭാഗം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ ഇപ്പോൾ പറയുകയാണ്. ഇതിൻ്റെ വീടിൻ്റെ പുറകിൽ ഒരു കനാലുണ്ട്. അതിലിപ്പോൾ വെള്ളം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇന്നലെ ഞങ്ങൾ പോയി നോക്കിയപ്പോൾ ഇവിടെ വെള്ളമില്ല. വന്നോന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാൽ ഞങ്ങൾക്കത് കാണിച്ചു തരാം. ഗേറ്റ് വന്ന് പോയി കഴിഞ്ഞാൽ ഗൈസ് വെള്ളമുണ്ട്. നിങ്ങളുടെ ലക്കിനൊന്ന് വെള്ളമുണ്ട് ഗൈസ്, വെള്ളമുണ്ട്. ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം വന്ന് നോക്കിക്കോ, ഇതിൽ വെള്ളമില്ലേ ഇല്ല. അതുകൊണ്ട് ഇന്നലെ ഞങ്ങൾ വീഡിയോ ചെയ്യാത്തതാണ്. അവിടെ നിന്ന് ഇവിടെയൊക്കെ വലിയ തോട്ടമാണ്. പിന്നെ അവിടെ പോയാൽ അവിടെ മൂച്ചിത്തോട്ടം അങ്ങനെ കുറേ ഉണ്ട് ഗൈസ്. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയുള്ള വീഡിയോസ് വേണമെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.